ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ എഗ് ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ഇതിലോട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാനൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഓയിലിന് പകരം നെയ്യിലും ഇത് വറുത്തെടുക്കാവുന്നതാണ്. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലോട്ട് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ കളർ ഏകദേശം ഒന്ന് മാറി വരുമ്പോൾ അതിലോട്ട് കിസ്മിസ് ചേർക്കാം. ഇതും കൂടി ഒന്ന് ഫ്രൈ ആയി വന്ന ശേഷം നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. എഗ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം നട്ട്സ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും. നമ്മുടെ നട്ട്സ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഞാനിവിടെ 2 ഗ്ലാസ് ബസുമതി റൈസ് കൊണ്ടാണ് ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത്. ബസുമതി റൈസ് ആയതുകൊണ്ട് തന്നെ വെള്ളം ഊറ്റിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് കുറച്ചധികം വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഒരു വലിയ കഷ്ണം പട്ട, 2-3 ഏലക്കായ, ഒരു 7-8 ഗ്രാമ്പു ഇവ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഈ വെള്ളത്തിൽ ഒന്ന് മുന്നിട്ട് നിൽക്കണം, എന്നാലേ ചോറിലോട്ട് പെർഫെക്റ്റായി വരികയുള്ളൂ. ഇനി കുറച്ച് നെയ്യും മല്ലിച്ചപ്പും ചേർത്ത് തിളച്ച് വരുമ്പോൾ കഴുകി ഊറ്റി വെച്ച അരിയും ചേർത്ത് ഒരു 95% വേവിച്ചെടുക്കാം. ഞാനിത് കുക്ക് ചെയ്യുന്നതിനായി മറ്റൊരു സ്റ്റൗവിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കിയെടുക്കാം. ആദ്യമായി നമുക്ക് ബിരിയാണിയിലോട്ടുള്ള ബിസ്ത തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു കടായിലോട്ട് നേരത്തെ കാഷ്യൂ നട്ടും കിസ്മിസും വറുത്തെടുത്തതിൻ്റെ ബാക്കി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ചെറിയ സവാള നൈസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സവാള ഏകദേശം ഈ ഒരു കളറായി വരുമ്പോൾ നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇതിനി പുറത്തിരുന്ന് തണുക്കുമ്പോഴേക്കും ഒന്നുകൂടി ഒന്ന് മുരിഞ്ഞു വരും. ഇനി ഇതേ പാത്രത്തിലോട്ട് തന്നെ ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് പാതി വാടി വരുമ്പോൾ ഇതിലോട്ട് ഒരു വലിയ പച്ചമുളക്, ഒരു 7-8 അല്ലി വലിയ വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഇവ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് വാടി വരണം. അതിനുശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണേക്കാൾ കുറച്ച് കൂടുതൽ ഉപ്പ് ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. സാധാരണ ബിരിയാണിയിൽ മുളക് പൊടി ചേർക്കാറില്ല. എരിവിനായി പച്ചമുളകും കുരുമുളക് പൊടിയുമാണ് ചേർക്കാറ്. ഇനി ഈ മസാലയുടെ പച്ചമണമെല്ലാം മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില, പുതിനയില ഇവ ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്ത ശേഷം അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈരായതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുളി കുറവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വരെ ആവാം. എഗ് ബിരിയാണിക്ക് കുറച്ച് പുളിയുള്ളത് നല്ലതാണ്. ഈ സമയം നിങ്ങൾക്ക് ഉപ്പും എരിവും പുളിയും എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. കുറവിനനുസരിച്ച് എല്ലാം ചേർത്ത് കൊടുക്കാം. എരിവ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്താൽ മതി. ഞാനൊരു 3 മുട്ട പുഴുങ്ങി കുറച്ച് എണ്ണയിൽ മുളക് പൊടി ഇട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ച് ബസുമതി റൈസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ബസുമതി റൈസിന് പകരം ജീരകശാല അരിയോ കൈമ റൈസോ ഒക്കെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ചോറെല്ലാം ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അതിനായി ഇതിന് മുകളിലോട്ട് കുറച്ച് മല്ലിയില, നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാഷ്യൂ നട്ട്, കിസ്മിസ്, ബിസ്ത ഇവ മിക്സ് ചെയ്തത് ഇവ ഒന്ന് വിതറി കൊടുക്കാം. ഇതിന് മുകളിലായി വളരെ കുറച്ച് മാത്രം ഗരം മസാല തൂവുന്നുണ്ട്. ശേഷം ആവശ്യത്തിന് നെയ്യും ഒഴിച്ച ശേഷം ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കുക. ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലോട്ട് നെയ്യ് ചേർക്കുന്നത്. ഇങ്ങനെ നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇനി ഇത് അടച്ചു വെച്ച് ദം ചെയ്തെടുക്കാം. ഞാനൊരു 15 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിരുന്നു. ഇപ്പോൾ നമ്മുടെ ചോറെല്ലാം ദമ്മായി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനായി ആദ്യം ഇതിലെ എഗ്ഗ് എല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം. ഉടഞ്ഞു പോവാതിരിക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൂടെ മുകൾ ഭാഗത്തെ കുറച്ച് ചോറും മാറ്റി വയ്ക്കണം. വളരെ കുറച്ച് മാത്രം ചോറുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വലിയ ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു സൈഡിലോട്ട് നീക്കി വെച്ച് കൊടുത്താൽ മതി. വേറെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കേണ്ടതില്ല. കുറച്ച് ചോറ് മാറ്റി വെച്ച ശേഷം ഇതിലെ മസാലയെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വിളമ്പി കൊടുക്കുമ്പോൾ ഈ മസാല ചോറും നമ്മൾ മാറ്റിവെച്ച ചോറും മിക്സ് ചെയ്ത് വിളമ്പണം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി എഗ് ബിരിയാണി റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്.
ഒരിക്കൽ കൂടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ വീഡിയോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം. താങ്ക്